ട്രെയിനിൽ ചാർജ് ചെയ്യാൻ വെച്ച തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഒഡീഷ സ്വദേശി മണിക്കൂറുകൾക്കകം ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. നിലമ്പൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒഡീഷ അലഡിഗമ സ്വദേശിയായ 39 വയസ്സുള്ള ധരണി ബെഹ്റയെയാണ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. രാജറാണി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇന്നലെ പുലർച്ചെയാണ് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി പാറപ്പുറം മുഹമ്മദ് അജ്മൽ എന്ന യുവാവിന്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത്. 30,000-ഓളം രൂപ വിലയുള്ള ഫോണാണ് ചാർജ് വെച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒഡീഷ സ്വദേശിയായ ധരണി ബെഹ്റ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10:15 പ്രതി പിടിയിലായി. ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. നിലമ്പൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് പ്രതിയായ 39 വയസ്സുള്ള ധരണി ബെഹ്റ. 3/2/2025 തീയതി കാലത്ത് 3:15 വന്ന രാജറാണി വണ്ടിയിൽ, നിലമ്പൂർക്ക് വന്ന രാജറാണി വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്ന മുഹമ്മദ് അജ്മൽ എന്ന വ്യക്തിയുടെ ഒരു 28,000 രൂപ വിലയുള്ള മൊബൈൽ കളവ് പോയ സംഭവിച്ചു. ഇന്നലെ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്ന് കാലത്ത് അതിൻ്റെ പ്രതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ധാരണി ബെഹ്റ എന്ന ഒഡീഷ സ്വദേശിയാണ്. അയാൾ നിലമ്പൂർ ഒരു CH മില്ലിൽ പണിക്കാരനാണ്. അപ്പോൾ അയാൾ കളവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഇവിടെ വന്ന് ഷൊർണൂരിൽ നിന്ന് ഈ മൊബൈൽ എടുത്തു പോയി. മൊബൈലും സംഭവമെല്ലാം നമ്മൾ റിക്കവറി നടത്തി. കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ കുറ്റാന്വേഷണ രംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2022 15 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 13 കേസിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. 2023 21 കേസുകളിൽ 12 കേസുകളും തെളിയിച്ചു. 2024 10 കേസുകളിൽ 7 കേസുകളിൽ പ്രതികളെ പിടികൂടി. 2025 ഒരു മാസത്തിനിടെ ഇതുവരെ 3 കേസുകളാണ് പോലീസിന് മുന്നിലെത്തിയത്. ഇതിൽ 2 തെളിയിക്കാൻ റെയിൽവേ പോലീസിന് കഴിഞ്ഞു. ഈ 2 കൊല്ലത്തിലാണ് ഏകദേശം 2022 ഇവിടെ നമ്മുടെ മൊത്തം പോലീസ് സ്റ്റേഷനിൽ 15, ഈ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ 15 കളവ് കേസുകളാണ് റിപ്പോർട്ടായിട്ടുള്ളത്. അതിൽ 13 കേസും നമുക്ക് ആളെ പിടിക്കാൻ പറ്റി. അതേസമയം 2023 വന്നപ്പോൾ 21 കേസ് റിപ്പോർട്ടായതിൽ 12 കേസിലാണ് പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. 2024 10 കേസുള്ളതിൽ 7 കേസിലും പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. 2025 ഇപ്പോൾ ഈ വർഷത്തിൽ മൊത്തം 3 കേസുണ്ടായതിൽ 2 കേസ് നമ്മൾ പ്രതിനെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ.